സാധാരണ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കഥ എഴുതാനുള്ള ഒരു കഴിവാണ്. കഥ എഴുതും. ഞാൻ എഴുതും. എഴുതും. പിന്നെ എന്തെങ്കിലും ഒരു ഐഡിയ പറ. ഞാനൊരു ചെറിയ കഥ പറ. ഒരു ചെറിയ കഥ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ചെറിയ കാട്, ഈ ചെറിയ കാട്ടിൽ ഒരു ചെറിയ ആമയും ഒരു ചെറിയ മുയലും ഒരു ചെറിയ ഓട്ട മത്സരം നടത്തി. അങ്ങനെ ഈ ഓട്ട മത്സരത്തിൽ ഈ മുയല് ചെറുതായിട്ടൊന്ന് തോറ്റു. സിനിമയ്ക്ക് ചെറിയ കഥയല്ല, വലിയ കഥയാണ് വേണ്ടത്. വലിയ കഥ വേണം. വലിയ കഥ പിടിച്ചോ. ഒരു വലിയ കാട്, ഒരു വലിയ ആമയും ഒരു വലിയ മുയലും ഒരു വലിയ ഓട്ട മത്സരം നടത്തി. അപ്പൊ ഈ മുയല് വലുതായിട്ടൊന്ന് തോറ്റുപോയി. ആമയും മുയലിനെ കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പറയാൻ പറ്റുമോ? മനുഷ്യനുള്ള കഥ പറ. മനുഷ്യന്റെ കഥ പറയണ്ടേ? എന്നാ പിടിച്ചോ. കുട്ടനാടാണ് പശ്ചാത്തലം. അത് കൊള്ളാം, നല്ല ലൊക്കേഷനാണ് കുട്ടനാട്. അടിപൊളി. അപ്പൊ ക്യാമറ ഇങ്ങനെ പൊങ്ങി വരുന്നു. സന്ധ്യ സമയം, പെട്ടെന്ന് കറണ്ട് പോകും. അപ്പോ ഒരു അമ്മുമ്മ, ഒരു വൃദ്ധയും വൃദ്ധനുമാണ് വീട്ടിൽ താമസം. അപ്പൊ ഒരു മെഴുകുതിയും കത്തിച്ചിട്ട് ഈ വൃദ്ധ എങ്ങനെ വരെയാണ് കൊരിസിന്റെ കൊരിസ്. എന്നിട്ട് ആ മെഴുകുതിരി കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ആ മെഴുകുതിരിയുടെ അരണ്ട വെട്ടത്തിൽ അവർ കാണുന്നു അങ്ങ് അകലെയുള്ള കുറ്റിക്കാട്ടിൽ ആമയുടെ മുയലിന്റെ ഓട്ടം. ഓടിക്കോട്ട് വേണ്ട വേണ്ട. അതായത് ഞാനിപ്പം ഒരു സംഭവം പറഞ്ഞുതരാം. ട്രെൻഡിനൊപ്പം പോണം. പോകൂല, അയാള് ബിസിയാണ്, യുദ്ധം നടക്കുകയാണ്. ട്രെൻഡിനൊപ്പം പോണം എന്നല്ല പറഞ്ഞത്. ട്രെൻഡ് ട്രെൻഡ് ട്രെൻഡ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറ. അങ്ങനെ ചില ഞാൻ പറഞ്ഞുതരാം. ഈ ആമയും മുയലും ഓടൂലേ? ഈ ഓടുമ്പോ ഈ മുയലിന്റെ ബാക്കിൽ നിന്ന് ഒരു കുറുക്കം വന്നിട്ട് ഈ മുയലിന്റെ അടുത്ത് ചോദിക്കും, നീ കാട്ടാക്കട എവിടെ ഉള്ളേടാ?